CPI ഇത്തവണയും പൂജ്യരാകും. നിലവിലുള്ള സംഭവവികാസങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. CPIയുടെ കാര്യത്തിൽ ഇത്തവണയും ഏതാണ്ട് ഒരു തീരുമാനമായി. കഴിഞ്ഞ തവണത്തേതുപോലെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അവർ ഒറ്റ സീറ്റ് പോലും നേടില്ല എന്നുറപ്പായി. വിഭാഗീയത മൂർച്ഛിച്ച് അതിൻ്റെ പരമകോടിയിലെത്തി ബിനോയ് വിശ്വത്തിൻ്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല എന്ന അവസ്ഥയിലുമാണ് കാര്യങ്ങൾ. സാധാരണഗതിയിൽ മാമൂലനുസരിച്ച് CPIക്ക് കൊടുക്കുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരം, തൃശൂർ, മാവേലിക്കര, വയനാട് എന്നിവയൊക്കെയാണ്. ഈ സീറ്റുകളിൽ എതിർപക്ഷത്തു നിന്നും കോടികൾ വാങ്ങി ഏറ്റവും വിജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥികളെ ഇത്തവണ നിർത്തുവാനാണ് പദ്ധതി. തിരുവനന്തപുരത്ത് പണ്ട് ബെനറ്റ് എന്ന കാട്ടുകള്ളന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി നാണം കെട്ടത് ഓർമ്മയുണ്ടോ? ഏതാണ്ട് അതുപോലെ. ഏതായാലും ജയിക്കുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ സീറ്റുകളിൽ തോൽക്കുവാൻ സാധ്യതയുള്ള നല്ല ഇനം മണ്ടന്മാരെ നിർത്തിക്കൊടുത്താൽ കുറഞ്ഞത് 50 കോടി രൂപയെങ്കിലും ഉണ്ടാക്കാമെന്ന ധാരണയിലാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഒരു മണ്ടനെ നിർത്തിക്കൊടുത്താൽ ഏറ്റവും കൂടുതൽ തുക കിട്ടുവാൻ സാധ്യതയുള്ളത് തൃശ്ശൂരാണ്. ഒരു മണ്ടനെ നിർത്തിക്കൊടുത്താൽ സുരേഷ് ഗോപി എന്തും ചെയ്യും എന്നതിനാലാണ് തൃശ്ശൂരിന് ഈ ഡിമാൻഡ്. എന്തു വിലക്കാണെങ്കിലും തൃശ്ശൂർ ഇത്തവണ എടുക്കുവാൻ സുരേഷ് ഗോപി തയ്യാറാണ് എന്നതിനാലാണ് തൃശ്ശൂർ സീറ്റിൻ്റെ ഡിമാൻഡ് ഇത്രയും വർദ്ധിക്കുന്നത്. രണ്ടാമത്തെ വിലപിടിപ്പുള്ള മണ്ഡലം തിരുവനന്തപുരമാണ്. ഏതെങ്കിലും ഒരു ഊളയെ ഇട്ടുകൊടുക്കാമെന്ന് പറഞ്ഞ് തരൂരിൻ്റെ കയ്യിൽ നിന്നും അഡ്വാൻസ് കൈപ്പറ്റിക്കഴിഞ്ഞു എന്നാണ് വിവരം. കോൺഗ്രസ്സുകാരനെ നമ്പിയാൽ അവൻ 3G എന്ന് തരൂരിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവന്മാർ തോൽപ്പിക്കുവാൻ പലതവണ ശ്രമിച്ചിട്ടും തരൂർ 3 പ്രാവശ്യവും ജയിച്ചു കയറിയത്. അടുത്ത പറഞ്ഞ കാശ് കിട്ടുന്ന സ്ഥലം മാവേലിക്കര സംവരണ മണ്ഡലമാണ്. ഇത്തവണയും ഒരു മരയുളയെ തന്നെ നിർത്തി തൻ്റെ കാര്യം കഴിച്ചിലാക്കി തരണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നൽ ഡീൽ ഉറപ്പാക്കി കഴിഞ്ഞു എന്നാണ് വിവരം. അവിടെ പാർട്ടിക്കാർ പോലും അറിയാത്ത അരുൺകുമാർ എന്നൊരു ഡമ്മിയെയാണ് ഇത്തവണ ഇടാൻ പോകുന്നത് എന്നാണ് വിവരം. അവിടെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി D. രാജയുടെ മകൾ അപരാജിത രാജയെ നിർത്തിയാൽ സീറ്റ് ഉറപ്പിക്കാം എന്നത് ഏതാണ്ട് ഉറപ്പായിരുന്നു. അപരാജിത രാജ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നേതാവാണ്. ഈ 33-കാരി ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ദേശീയ നേതാവ്, ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ AISF യൂണിറ്റ് പ്രസിഡന്റ് എന്നീ പദവികളിൽ ശോഭിക്കുകയും നിലവിൽ യൂത്ത് ഫെഡറേഷന്റെ ദേശീയ കൗൺസിൽ അംഗവുമാണ്. ഇത്രയും വിജയസാധ്യതയുള്ള യുവനേതാക്കൾ പാർട്ടിയിൽ ഉള്ളപ്പോഴാണ് വെറും കാബർക്കുകളെ ഡീലുറപ്പിച്ച് തോൽക്കുവാൻ നിർത്തിക്കൊടുക്കുന്നത്. മുണ്ടെടുത്ത് റേഡിയേറ്റർ ചൂടാകാതെ കൊണ്ട് നടക്കുന്ന ഈ താത്വികാചാര്യന്മാരുടെ വരണ്ട വൈരുദ്ധ്യാത്മക ഭൗതിക വാദകങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് ഇവന്മാരുടെ ധാരണ. തങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം കൊടിക്കുന്നിൽ സുരേഷാണ്. ഇയാളും ഇയാളുടെ കുടുംബവും വളർന്നതല്ലാതെ പിന്നോക്ക സമുദായത്തിന് യാതൊരു വളർച്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് ദളിത് സംഘടനകൾ തന്നെ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും നാണമില്ലാതെ മാവേലിക്കരയിൽ ഇയാൾ നിന്നാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത വിധത്തിൽ തോൽപ്പിക്കുവാൻ ഉറച്ചാണ് മാവേലിക്കര നിവാസികൾ. ഇത്തവണ രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെങ്കിൽ മാനം പോകാതിരിക്കാൻ ഒരു ഊള സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊടുക്കുവാൻ പറയുന്നത് കൊടുക്കും രാഹുൽ ഗാന്ധി. രാഹുൽ തോറ്റാൽ ആ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ. അതുകൊണ്ട് എന്തു വില കൊടുത്തും ജയിക്കാൻ രാഹുൽ തയ്യാറാകും. ഇങ്ങനെയൊക്കെ നോക്കിയാൽ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയാൽ ലോക്സഭയിൽ ചെന്നിട്ട് എന്താ കാര്യം? ഭരണം കിട്ടാൻ യാതൊരു സാധ്യതയുമില്ലാത്തതിനാൽ വെറുതെ ചൊറിയും കുത്തിയിരിക്കാമെന്നല്ലാതെ കാൽ കാശിൻ്റെ പ്രയോജനം ലഭിക്കുവാൻ സാധ്യതയില്ലാത്തതിനാൽ ഉള്ള സീറ്റ് കച്ചവടം അടിച്ചു കഴിഞ്ഞാൽ ശിഷ്ടകാലം ജിങ്കാലാല പാടി നടക്കാമത്രേ. സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുക്കാം എന്ന ഡീലിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം യാതൊരു ആവശ്യവുമില്ലാതെ രാമായണവുമായി ബന്ധപ്പെട്ട സമൂഹമാധ്യമ പോസ്റ്റിട്ട് തൃശ്ശൂർ MLAയും CPI നേതാവുമായ P. ബാലചന്ദ്രൻ ഒരു വിവാദം കത്തിച്ചു വിട്ടത്. വിവാദം വ്രണപ്പെടുവാൻ മുട്ടിനിൽക്കുന്ന BJP ഉദ്ദേശിച്ചതുപോലെ പോസ്റ്റ് വിവാദമാക്കിയതോടെ കാക്കയുടെ വയറും നിറഞ്ഞു, പശുവിൻ്റെ കടിയും മാറി എന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. ഒടുവിൽ ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്ന് വിമർശനം കടുത്തതോടെ ഫേസ്ബുക്കിലെ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടു ബാലചന്ദ്രൻ. രാമായണത്തിലെ രാമനും ലക്ഷ്മണനും സീത പൊറോട്ടയും ഇറച്ചിക്കറിയും വിളമ്പിക്കൊടുത്തു എന്നതായിരുന്നു ബാലചന്ദ്രൻ കുറിപ്പിട്ടത്. വിവരം കമ്മിയായ ബാലചന്ദ്രൻ സ്ഥിരം വിടാറുള്ള 12 വിട്ടിട്ട് മറ്റേ സാധനം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചു വലിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കുറിച്ചതെന്ന് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ പറയുന്നതെങ്കിലും സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ പോക്കാനുള്ള ഭാരം കുറയ്ക്കുവാനുള്ള ഡീലിൻ്റെ ഭാഗമാണ് ഇതെന്നാണ് കമ്മി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട്
10 കാശുണ്ടാക്കാൻ സാധ്യതയുള്ള തൃശ്ശൂരും തിരുവനന്തപുരവും വയനാടും മാവേലിക്കരയും ഇങ്ങെടുത്ത് ഡെയിലിന് സ്കോപ്പില്ലാത്ത മറ്റേതെങ്കിലും മണ്ഡലങ്ങൾ CPIക്ക് കൊടുക്കാം എന്നൊരു ചർച്ചയും മുറുകുന്നുണ്ടത്രേ. പങ്ക് കച്ചവടത്തിനുള്ള സാധ്യതകളും നോക്കുന്നുണ്ട് പോലും. പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ CPIയിൽ ഇതിനിടെ വിഭാഗീയതയും കലഹങ്ങളും മൂർച്ഛിച്ചു. എറണാകുളം ജില്ലയിലാണ് കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയത്. മുൻ ജില്ലാ സെക്രട്ടറിയും MLAയുമായിരുന്ന P. രാജുവിനെതിരായ അച്ചടക്ക നടപടി വിഭാഗീയതയുടെ ഭാഗമാണെന്ന ആരോപണം തണുക്കും മുൻപാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ജില്ലാ കൗൺസിൽ അംഗം EC ശിവദാസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ശിവദാസ് പറയുന്നു. വൈപ്പിൻ മേഖലയിൽ കോൺഗ്രസിനോട് ചേർന്ന് ഇടതുമുന്നണിയുടെ കുഴി തോണ്ടുകയാണ് നിലവിലെ CPI നേതൃത്വമെന്നും ശിവദാസ് പറയുന്നു. ജയിച്ചാലും തോറ്റാലും നേതാക്കൾക്ക് കോടികൾ കിട്ടും എന്നതാണ് ഈ കച്ചവടത്തിൻ്റെ പ്രത്യേകത. മണ്ടന്മാരായ അണികളും ജനങ്ങളും ഇത് വല്ലതും അറിയുന്നുണ്ടോ? അട്ടിമറിക്കൂലി കൂടാതെ പാർട്ടി ഫണ്ടും കൂടിയാകുമ്പോൾ ഡബിൾ ധമാക്ക. ഈ തീവട്ടി മുന്നണി സംവിധാനങ്ങൾ തകരാതെ ഈ നാട് നന്നാകില്ല. ജനങ്ങൾ ഗതിപിടിക്കില്ല എന്ന് മനസ്സിലാക്കുക. എത്രയും വേഗം കളങ്കിതരല്ലാത്ത അഴിമതിരഹിതരായ നല്ല നേതാക്കളുടെ നേതൃത്വത്തിൽ 2020 പോലെയുള്ള പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം. അതുകൊണ്ട് കഴിവുള്ളവർ മാറി നിൽക്കാതെ മുന്നോട്ട് വന്ന് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.